ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് ആണ്. Successful organizations do not achieve their goals by luck, but by following a deliberate process called management. അതായത് ഒരു ഓർഗനൈസേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ലക്ക് കൊണ്ടല്ല, ബൈ ചാൻസ് അല്ല, അതിന് പിന്നിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ നോ ഓർഗനൈസേഷൻ ക്യാൻ സർവൈവ് വിത്തൗട്ട് മാനേജ്മെന്റ്. ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റിന് പ്രസക്തിയുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് മാനേജ്മെന്റിനുള്ളത്? ഒരു ഓർഗനൈസേഷനിൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒരു 6 പോയിന്റ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ, മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെന്റ് ഗ്രൂപ്പ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഗോൾസും ഉണ്ടാവും, ഓർഗനൈസേഷണൽ ഗോളും ഉണ്ടാവും. അപ്പോൾ ഇൻഡിവിജ്വൽ ഗോൾസിനെയും ഓർഗനൈസേഷണൽ ഗോൾസിനെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോയി ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഗോൾ അച്ചീവ് ചെയ്യാനും കൂടെ മാനേജ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ചെയ്യുന്നത് ഒരു കോമൺ ഡിറക്ഷൻ ആണ് കൊടുക്കുന്നത്. അതിലൂടെ ബോത്ത് ഓർഗനൈസേഷണൽ ഗോൾ ആൻഡ് ഇൻഡിവിജ്വൽ ഗോൾസും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അവർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഗോളും ഓർഗനൈസേഷണൽ ഗോളും തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോവുക, കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അടുത്തത്, മാനേജ്മെന്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി. എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? ഒന്ന്, റിഡക്ഷൻ ഇൻ കോസ്റ്റ്. റിഡക്ഷൻ ഇൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്ത് കോസ്റ്റ് ആണ് ഉണ്ടാവുക? ഒരു ഓർഗനൈസേഷനിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷന്റെ റിസോഴ്സസിന് വരുന്ന കോസ്റ്റ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്? ഒരു ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. അപ്പൊ അവിടെ മെറ്റീരിയൽ കോസ്റ്റ് വരും. ലേബർ യൂസ് ചെയ്യും, വർക്കേഴ്സ് ഉണ്ടാവും, അപ്പൊ അവിടെ ലേബർ കോസ്റ്റ് വരും. അതർ കോസ്റ്റ്, അതായത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് പറഞ്ഞാൽ വേറെ അതർ കോസ്റ്റും വരും. അപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇത്രയും കോസ്റ്റുകളാണ് വരുന്നത്: മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, അതർ കോസ്റ്റ്. ഈ കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? അപ്പോൾ ഈ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അല്ലെങ്കിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ആ ഓർഗനൈസേഷണൽ റിസോഴ്സുകളെ എഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്താണ് ഈ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വേസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മിനിമം വേസ്റ്റ് ഓഫ് റിസോഴ്സസ് അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഓർഗനൈസേഷണൽ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ കോസ്റ്റ് കുറയ്ക്കാവുന്നതാണ്. അടുത്തത്, ഇംപ്രൂവ്സ് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ എഫിഷ്യൻസി കൂട്ടാം. ഒരു ഓർഗനൈസേഷനിൽ എഫിഷ്യൻസി എങ്ങനെ കൂട്ടാം? ഒന്ന്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. കോസ്റ്റ് റെഡ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിലെ റിസോഴ്സസിന്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ മാനേജ്മെന്റ് എന്താണ് ചെയ്യുന്നത്? ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും ത്രൂ പ്രോപ്പർ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ്. നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ അവരെ പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ, ഓർഗനൈസിങ്ങിലൂടെ, ഡയറക്ടിങ്ങിലൂടെ, കൺട്രോളിങ്ങിലൂടെ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കാം, അതേപോലെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ മാനേജ്മെന്റ് ഹെൽപ്സ് ഇംപ്രൂവിംഗ് എഫിഷ്യൻസി. അടുത്തത്, മാനേജ്മെന്റ് ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ. നേരത്തെ പറഞ്ഞതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷന് അതിൻ്റെതായിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ട്. ആ എൻവയോൺമെന്റിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. സോഷ്യൽ എൻവയോൺമെന്റ്, ടെക്നിക്കൽ എൻവയോൺമെന്റ്, ലീഗൽ, പൊളിറ്റിക്കൽ എക്സെട്ര. അപ്പോൾ ഈ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്നിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിലും എന്തുകൊണ്ടുവരണം? അതേപോലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഓർഗനൈസേഷന് ആ എൻവയോൺമെന്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എൻവയോൺമെന്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഓർഗനൈസേഷനിൽ എന്തുകൊണ്ടുവരണം? ആ ചേഞ്ച് കൊണ്ടുവരണം. ഇവിടെ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ
അത് അവിടുത്തെ എംപ്ലോയീസ് ഉൾക്കൊള്ളണം. എംപ്ലോയീസ് ആ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ചേഞ്ച് കൊണ്ടുവരുമ്പോൾ മെജോറിറ്റി എംപ്ലോയീസും എതിർക്കുകയാണ് ചെയ്യുക. പണ്ട് മാനുവൽ സിസ്റ്റം ആയിരുന്നു, കമ്പ്യൂട്ടർ സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ പല എംപ്ലോയീസും എതിർക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എഫിഷ്യൻറ്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ്? ബൈ അവരെ കൺവിൻസ് ചെയ്യും. കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേഞ്ച് ഓർഗനൈസേഷനെ മാത്രമല്ല എംപ്ലോയീസിനും കൂടെ ഫലപ്രദമാണ്, നല്ലതാണ് എന്ന് പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൺവിൻസ് ചെയ്ത് അവരെ എന്ത് ചെയ്യണം? ആ ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അപ്പോൾ നോ ഓർഗനൈസേഷൻ ക്യാൻ സർവൈവ് വിത്തൗട്ട് മേക്കിംഗ് ചേഞ്ചസ്. ഓക്കെ, ചേഞ്ചസ് വരുത്താതെ ഒരു ഓർഗനൈസേഷനും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു നല്ല എഫിഷ്യന്റ് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ manager keep making changes in the organization according to change in the environment. Manager motivate the employees to adapt changes by convincing them that change is not only beneficial to the organization but also for employee. Okay, അപ്പോൾ മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നു? they will create a dynamic organization. അതായത് എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസേഷനിലും ചേഞ്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്തത് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷന്റെ പില്ലേഴ്സ് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല പോയി ചേരുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. ഓരോ എംപ്ലോയീസിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കരിയർ ഗ്രോത്ത്, ഹൈ സാലറി, ജോബ് സെക്യൂരിറ്റി, സെൽഫ് റെസ്പെക്ട്, അങ്ങനെ ഒരുപാട് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഓർഗനൈസേഷണൽ ഗോളിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം? അവരുടെ ഇൻഡിവിജ്വൽ പേഴ്സണൽ ഗോൾസും കൂടെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ നല്ല എഫിഷ്യന്റ് മാനേജർ ആണെങ്കിൽ എംപ്ലോയർക്ക് മാത്രമല്ല പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്നത്, എംപ്ലോയീസിനും പ്രോസ്പെരിറ്റി കൊണ്ടുവരും. ഓക്കെ, an efficient manager is one who brings prosperity not only for employer but also for employee. The managers lead, an efficient manager leads in such a manner that along with organizational goal, individual goals of employee also achieved. Okay, ഇപ്പൊ എംപ്ലോയിയുടെ ഒബ്ജക്റ്റീവും കൂടെ അച്ചീവ് ചെയ്യാൻ ഒരു മാനേജർ, ഒരു എഫിഷ്യന്റ് മാനേജർക്ക് സാധിക്കും. അടുത്തത് മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞു? ഓർഗനൈസേഷണൽ ഗോളും ഇൻഡിവിജ്വൽ ഗോളും ഒക്കെ അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി മാനേജ്മെന്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിക്കും കൂടെ ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു സൊസൈറ്റിക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, സൊസൈറ്റിക്കും കൂടെ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പാലിക്കാനായിട്ട് നോക്കും. സൊസൈറ്റിക്ക് എന്തൊക്കെയാണ് ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന്, പ്രൊവൈഡിങ് ക്വാളിറ്റി ഗുഡ്സ്. ആ സൊസൈറ്റിക്ക് ക്വാളിറ്റി ഗുഡ്സ് കൊടുക്കുക. then creating employment opportunity. ഒരു ഓർഗനൈസേഷൻ ഏത് സൊസൈറ്റിയിലാണോ നിൽക്കുന്നത് ആ സൊസൈറ്റിയിലെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അവരിൽ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുന്നു. മാത്രമല്ല ഇനി പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നേഷൻ ഗ്രോത്ത് ഉണ്ടാവും. എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP കൂടുന്നു. GDP കൂടിക്കഴിഞ്ഞാൽ നാഷണൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സൊസൈറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഒരു എഫിഷ്യന്റ് മാനേജ്മെന്റ് നോക്കുന്നുണ്ട്. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ് അവിടെയുള്ള ആളുകൾക്ക് സൊസൈറ്റിക്ക് ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അതിലൂടെ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂട്ടുക, ദെൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ നേഷൻ ഡെവലപ്മെന്റ് ഉണ്ടാക്കുക. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് ടാറ്റ അല്ലെ. ടാറ്റയുടെ പ്രോഫിറ്റിന്റെ ഒരു മെജോറിറ്റി, ഒരു നല്ലൊരു ശതമാനം അവർ ഉപയോഗിക്കുന്നത് സോഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ടാറ്റയാണ്. അപ്പോൾ മാനേജ്മെന്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. അടുത്തത് മാനേജ്മെന്റ് ബ്രിങ്സ് ഹാർമണി ഇൻ വർക്ക്. അതായത് in an organization employee come from different background
and different attitude and having different styles of working. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും പല ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കാം, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈൽ ഉണ്ടാവാം. അപ്പോൾ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഒരു സോപ്പ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞു സോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു, വേറെ ഒരു ഡയറക്ഷനും കൊടുത്തില്ല. സോപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കളറിൽ അല്ലെങ്കിൽ ഓരോ ഡിസൈനിൽ ഓരോ ഫ്ലേവറിൽ ഓരോരുത്തരും ഉണ്ടാവും. അപ്പൊ മാനേജ്മെന്റ് എന്ത് ചെയ്യണം? ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ ഡിറക്ഷൻ കൊടുക്കും. ഇന്ന കളറില്, ഇന്ന ഡിസൈനില്, ഇന്ന ഷേപ്പില് ഒരു സോപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള ഡിറക്ഷൻ, വർക്ക് ഡിറക്ഷൻ കൊടുക്കും. മാത്രമല്ല വർക്കിന് മാത്രമല്ല എങ്ങനെ പെരുമാറണം എന്നുള്ളതിൽ ഡിറക്ഷൻ കൊടുക്കും. അങ്ങനെ പ്രോപ്പർ ഡിറക്ഷൻ, എഫിഷ്യന്റ് മാനേജ്മെന്റ് ആണെങ്കിൽ പ്രോപ്പർ ഡിറക്ഷൻ കൊടുക്കുന്നതിലൂടെ അവിടെ ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഹാർമണി കൊണ്ടുവരാൻ പറ്റും. Management brings harmony in work by providing proper direction to employees. Okay, ഇത്രയുമാണ് importance of management. ഒന്ന്, helps in achieving group goals by integrating individual goal and group goal, organizational goal. And management helps in improving efficiency through reduction in cost and improving productivity by proper planning, organizing, directing and controlling. And management creates dynamic organization. എങ്ങനെയാണ് ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. Then management helps in achieving personal goal along with organizational goal. Okay, management helps in development of society. Then management brings harmony in work by providing proper direction to work and goal.